ഹൈ! നിങ്ങളൊക്കെ അറിഞ്ഞു കാണും ഈ സംഭവം. ഞാൻ പിന്നെ അത് കുറച്ച് നീട്ടി വലിച്ചങ്ങ് പറയുന്നു. അത്രയേ ഉള്ളൂ. എല്ലാരും അറിഞ്ഞു കാണും. ഞാൻ അറിയും. പക്ഷേ എല്ലാം ഒന്ന് ചെറുതാണോ വലുതാണോ എന്നിട്ട് നമുക്കൊന്ന് പ്രതികരിക്കാം, പറയാം എന്ന് വിചാരിച്ചിരിക്കും. അങ്ങനെ നീട്ടി നീട്ടി ഇത്രയും നാളങ്ങ് ആക്കും. അപ്പം ഈ സംഭവം എന്താന്ന് വെച്ചാൽ, ഇത്ര വർഷം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോണ്ട് ഞാനും വിചാരിച്ചത് എന്ത് കാര്യത്തിനാ ഇരിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഇതാണ് ആദ്യമായിട്ട് നല്ലൊരു കാര്യം മുറുമുറു ചെയ്തേക്കുന്നത്. മനസ്സിലായല്ലോ എന്തുവാന്ന്. ഞാനതല്ല ആലോചിക്കുന്നെ. ഇവരിതിങ്ങനെ നിർത്തലായി കഴിഞ്ഞാൽ വലിയ സ്ഥാപനത്തിൻ്റെ ഒരു വലിയ വരുമാനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ ആ ഒരു സ്ഥാപനം എവിടാണുള്ളതോ ആ രാജ്യവും നമ്മുടെ രാജ്യവും കൂടെ അതിനെതിരെ ഇനി യുദ്ധം വല്ലതും നടക്കുവോ എന്നാണ് എനിക്ക് പേടി. മനസ്സിലായോ? മനസ്സിലായോ? പണ്ട് ടിക്ടോക്ക് നിർത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാലോ ആ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയായിരുന്നല്ലോ. അറിയാലോ നിങ്ങൾക്കെല്ലാം. അപ്പം അവര് അത് ചെയ്യുന്നത് വെച്ചാൽ വേറൊരു ബിസിനസ്സിനെ അകത്ത് കൊണ്ടുവന്ന് ഡെവലപ്പാക്കി എടുക്കാനൊക്കെ ആയിരിക്കും ചെയ്തതെന്ന് തോന്നുന്നു. എല്ലാം ഒരു ബിസിനസ് അല്ലേ, വേറെ എന്താണുള്ളത്. അപ്പം ഞാനിപ്പോ എന്താ പറയാൻ വന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്തുവാ തുണിയില്ലാതെ കാണിച്ച് ഒരുപാട് ആൾക്കാര് ലക്ഷങ്ങൾ സമ്പാദിച്ച് നല്ല കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് നല്ല മേക്കപ്പ് ഇട്ട് നല്ല ചുറ്റിക്കൊണ്ട് നടന്നവരൊക്കെ ഇനി എന്ത് ചെയ്യും? കെട്ടിട വേലയ്ക്ക് പോണ്ട വരുവോ? ഹോട്ടൽ ജോലിക്ക് പോണ്ട വരുവോ? പണ്ടൊക്കെയാണെ ഹോട്ടൽ ജോലിക്ക് ഇഷ്ടം പോലെ സ്ത്രീകള് ജോലിക്ക് പോവായിരുന്നു. ഇപ്പൊ അവിടൊന്നും പോവാറില്ല. കാരണം അവർക്ക് സമയമില്ല. അപ്പം ആ ജോലിക്ക് പോണ്ട വരുവോ? ഇതൊക്കെ എന്താണ് എനിക്ക് ഭയങ്കര ചിരിയാണ് വരുന്നത്. പക്ഷേ ഈ തുണി അഴിച്ച് കാണിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാര് ജീവിച്ചിരുന്നു. പണ്ട് പറയത്തില്ലേ എന്തുവാ ഈ അകിട് കുടിച്ച് പാല് കുടിച്ചെന്നോ? പാല് കുടിച്ച് അകിട് കുടിച്ചു. അകിട് കടിച്ച് പാല് കുടിച്ചു. അങ്ങനെ ഏതോ ഒരു കൊതുകിന്റെ കടിയോ എന്തൊക്കെ പഴഞ്ചൊല്ലില്ലേ? അതേപോലെ ഒരവസ്ഥയിലേക്ക് മാറിപ്പോവുന്നൊരു സംശയമുണ്ട്. ചില ആൾക്കാര്. കാരണം ഇവരിവിടെ കിടന്ന് കാണിക്കുന്നതെല്ലാം തുണി അവര് ഇച്ചിരൂടെ പൊടിപ്പും തെങ്ങിലും വെച്ച് അവര് കുറച്ചുകൂടെ സൂം ചെയ്യും. ഇവര് അത്രയും ചെയ്ത് കാണത്തില്ല. ഇവരില്ലേ കുറച്ചേ കാണിച്ചുള്ളൂ. മറ്റവരെടുത്ത് വലുതോട്ട് അങ്ങോട്ട് കാണിച്ച് അവരിവരേക്കാൾ കൂടുതൽ എല്ലാം വാങ്ങും. പണ്ട് ഞാനങ്ങനായിരുന്നു. ഞാൻ പാട്ട് പാടും. പാട്ട് പാടുന്ന എനിക്ക് 1 മില്യൺ ആണെങ്കിൽ അത് എടുത്തോണ്ട് പോയി ചെയ്തതിന് ചിലപ്പോൾ 5, 6 മില്യൺ അടിക്കും. അതുപോലൊക്കെയായിരുന്നു ഇവരുടെ ഗതികേട്. തുണിയില്ലാതെ നിന്ന് ഇനി നിങ്ങൾക്കൊന്നും ആടാൻ പറ്റത്തില്ല. ആളങ്ങനെ പെട്ടെന്നൊന്നും അത് മാറ്റത്തില്ലെന്നാ എനിക്ക് തോന്നുന്നേ. കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബിസിനസ് മേഖലയാണിത്. കാരണം ഇനി തലമുറകൾ അങ്ങോട്ട് മാറുമ്പോഴത്തേന് പകുതി ആൾക്കാരും പാതി തുണിയിടാനുള്ള ചാൻസ് വളരെ കുറവാണ്. സാരിയൊക്കെ ഏതെങ്കിലും വിശേഷ നാളിലേക്ക് ചുരുങ്ങും. കാരണം ഈ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കി ഒരു 10, 15 അല്ലെ 20 വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കില് അവിടൊന്നും ചുരിദാർ ഇട്ട ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അന്ന് ഞാൻ ചുരിദാറായിരുന്നു ഇടുന്നത്. ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ദാവണി പിന്നെന്തോ പറയുന്നത് സാരി ഇതൊക്കെയായിരുന്നു അവര് ധരിച്ചിരുന്നത്. ഇപ്പൊ നോക്കിയാ എങ്ങും സാരി കാണാനില്ല. കിളവിമാര് കൂടി അങ്ങ് ചുരിദാറാക്കി കളഞ്ഞു. അങ്ങനായി മാറി. അപ്പം ഇപ്പം ഈ തുണി അഴിച്ച് കാണിക്കുന്ന ഒരു ട്രെൻഡും, ഒരു കാലഘട്ടത്തിന്റെ ഒരു പോക്കും ഒക്കെയാണ്. അപ്പം അല്ല ഇനി ഇതൊരു വലിയ കാര്യമായിട്ട് ആരും അങ്ങനെ കാണാതെ വിടും. കാരണം നമ്മളൊക്കെയാണ് ഇവിടെ തുണിയൊക്കെ ഉടുത്തോണ്ട് നടക്കുന്നത്. കാരണം നമുക്കായിരിക്കും നാണക്കേട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡൽഹിയിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നെ കുറച്ച് ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ പകുതി ആൾക്കാരും തുണിയൊന്നും ഇല്ലാതൊക്കെയാണ് നടക്കുന്നത്. തുണിയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി തുണി ഷിമ്മീസൊക്കെ ഇട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ അത്രയ്ക്കും അങ്ങനെ വലിയ വിഐപി വീട്ടിലെ വിഐപീസൊക്കെ മാത്രമേ ഉള്ളൂ പകുതി തുണിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. നമ്മുടെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവരൊക്കെ നല്ലതായിട്ട് ഡ്രസ്സ് നല്ലതായിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ കുറച്ച് പണമൊക്കെ അങ്ങോട്ട് കേറി കഴിഞ്ഞാൽ പണ്ട് ഞാൻ ഇതുപോലെ ഒരു കമന്റ് പണ്ടല്ല ഈ കഴിഞ്ഞ ആഴ്ച ഒരു കമന്റ് ഇട്ടതിന് ഒരു പെണ്ണ് ഭയങ്കരമായിട്ട് വഴക്കടിച്ച്. ലാസ്റ്റ് അവളുടെ കമന്റ് പിന്നെ ഡിലീറ്റ് ചെയ്ത് പോകേണ്ട രീതി ഞാൻ സംസാരിച്ചു വിട്ടു. പണം വന്നു കഴിഞ്ഞാൽ ആരാ നിന്നോട് പറഞ്ഞത് തുണി അഴിച്ച് കളയൂന്ന്? നിന്റെ വീട്ടിലുള്ളവരാ തുണി അഴിച്ച് കളയുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ഇവള് ഭയങ്കര പണക്കാരിയാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, "നീ എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കി നിൽക്കുന്നത്. ചിലപ്പോൾ ആ കുട്ടി പഠിച്ച് വേറെ നാട്ടിലെന്തോലും പഠിച്ച് ആരെങ്കിലും സ്പോൺസറൊക്കെ ചെയ്തതാണെങ്കിൽ വേറെ നാട്ടിൽ പഠിച്ചിട്ട് വന്ന ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ അവള് ഇടുമായിരിക്കും. അതല്ലാതെ നമ്മുടെ നാട്ടിലുള്ള സാമ്പത്തികത്തിന്റെ ഒരു ഇതില് പിന്നോക്കി നിൽക്കുന്നതും നല്ല കുടുംബത്തിൽ പിറന്നവരാരും തുണി അഴിച്ച് കാണിക്കും. അച്ഛന്റെ മുന്നിലൊക്കെ ഷഡിയും ബ്രേസറും ഒക്കെ ഇട്ടുകൊണ്ട് ആരെങ്കിലും നിൽക്കുവോ? കുറച്ച് വിഐപി ആയി കുറച്ച് പണമൊക്കെ ആയിക്കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു പുതിയ ഫാഷൻ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ വയറങ്ങ് തുറന്ന് കാണിക്കുക. വയറൊക്കെ ഇതിന് വീർത്തിരിക്കുന്നത്. എന്തുവാണ് അതിൽ നിന്ന് ഇവര് ഉദ്ദേശിക്കുന്നത്? എന്റെ വയറ് ഇത്രയും വലുതായി ഇതിനകത്തൊരു കൊച്ചുണ്ട്. എന്റെ ഡാഷ് ഇത്രയും വലുതായി ഇതിനകത്ത് പാലുണ്ട്. കുഞ്ഞിന് വരുമ്പം കുടിക്കാനുള്ള സാധനമാണ്. ഇതൊക്കെയാണോ ഇവരിങ്ങനെ എന്തോ പറയുന്നത്? എന്തുവാ അതിന്? ഏതോ ഒന്ന് പറയും. മറന്നുപോയി. ഇപ്പൊ പുതിയതായിട്ട് കണ്ടിച്ചു ഇവര് കല്യാണം കഴിക്കുന്നത്
ഇൻസ്റ്റയ്ക്കോ ഫേസ്ബുക്കിനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി. ഇവർ ഫസ്റ്റ് നൈറ്റ് നടത്തുന്നത് സോഷ്യൽ മീഡിയാസിന് വേണ്ടി. ഇവർ എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയസിൽ ഇങ്ങനെ അങ്ങ് കാണിക്കുവാണ്. ഫുള്ള് ചുമ്മാ ഇതിനൊന്നും പണമൊന്നും ഇല്ല. ഞങ്ങൾ പണമൊന്നും തരത്തില്ല എന്ന് ഒരു വാക്കാരെങ്കിലും പറഞ്ഞെന്ന് വെച്ചോ, അവരൊക്കെ അവരുടെ പണി നോക്കിയപ്പോൾ ഇതിനകത്ത് 100ൽ 80% ആൾക്കാരും ഒരു മീഡിയയിലും ഇരിക്കത്തില്ല. പണം കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തുണി അഴിച്ച് കാണിക്കുവോ, എന്തോ സാധനം വേണമെങ്കിലും ഞാൻ കാണിക്കും എന്നുള്ള രീതിയിലാണ് പല ഭർത്താവും ഭാര്യയല്ല. അവര് കാരണം ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും ആരും എടുക്കുന്നില്ല. ഇതൊക്കെ ഒരു രസമായിട്ട് നമ്മൾ ഈ പഴയ കൾച്ചറും കൊണ്ടിരിക്കുന്ന എന്നെ പോലുള്ള കാട്ടുവാസികളൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറയുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും വലിയ കാര്യമൊന്നും അല്ല. അവർ തുണി ഇടുന്നത് നമ്മളിവിടെ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഞാനൊരു സ്ത്രീ ചൈനയിൽ എവിടെ പോയി അവൾ കേരളക്കാരിയാണ്. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് ഇവർ 2 ദിവസം കൊണ്ട് അവിടുത്തെ ഡ്രസ്സ് അങ്ങ് ഇട്ടു. ഇട്ട് കഴിഞ്ഞിട്ട് ഇവരെപ്പോഴും സാരിയൊക്കെ കൊടുക്കും. നേഴ്സാണെന്ന് തോന്നുന്നു. സാരിയൊക്കെ കൊടുക്കുന്ന സ്ത്രീയായിരുന്നു. അപ്പോൾ ആ സ്ത്രീക്ക് ഉടനെ തന്നെ പറയും, "നീ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെയുള്ള ഡ്രസ്സ് അവരുടെ കൾച്ചറിലോട്ട് മാറി നീ പാതി ഡ്രസ്സ് ഇടാൻ ആരംഭിച്ചു. നീ കേരളക്കാരിയാണ് ഓർക്കണമെന്നൊക്കെ. ഇവർ ഈ പെണ്ണുമ്പിള്ള അവിടെ പോയിട്ട് സാരി ഉടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ." അപ്പോൾ അവിടെയുള്ളവരെ അത്ഭുത ജീവിയെ പോലെ ഇങ്ങനെ നോക്കും. നമ്മളെ ഒറ്റപ്പെടുത്തും. നമ്മൾ ഏത് നാട്ടിൽ പോകുന്നുണ്ടോ ആ നാടിനോടനുസരിച്ച് നമ്മളങ്ങ് പോവും. മുന്നിട്ട് പോവുക. പിന്നെ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു. എന്ന് വിചാരിച്ച് നമ്മൾ വേണോന്ന് വിചാരിച്ച് നമ്മുടെ ശരീരം അങ്ങനെ പ്രദർശിപ്പിച്ച് പണ്ട് ഞാൻ ഏതോ പറയാൻ നാക്ക് പിടിക്കണം എന്നാ സത്യമായിട്ട് ഞാനേ ഇരുമ്പിൻ്റെ ഇത് വെച്ച് 2 പ്രാവശ്യം കിടുന്ന് വലിക്കുന്നതാ. എന്നാലും എനിക്ക് നല്ലതായിട്ട് ചില വാക്കുകളൊന്നും വരുന്നില്ല. അത് ഭയങ്കരമായിട്ട് ഈ തമിഴും നല്ലതായിട്ട് അറിയത്തില്ല, മലയാളവും നല്ലതായിട്ട് അറിയത്തില്ല. ആകെപ്പാടെ എനിക്കങ്ങ് കൺഫ്യൂഷനാ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്താ സംഭവമെന്ന്. ഞാനിങ്ങനെ ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറയും. ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഭയങ്കരമായിട്ട് എന്നെ പറയുമ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റത്തില്ല. എന്ത് കാര്യം പറഞ്ഞാലും ഇങ്ങനെ കേൾക്കാനൊരു രസമുണ്ട്. ഇങ്ങനെ മുഖത്തോട്ട് നോക്കിയിരുന്ന് പറയുന്നതെല്ലാം ഞാനിങ്ങനെ നോക്കി ഞാനെന്നല്ല ഞങ്ങളെന്നാണ് ഒത്തിരി പേരുണ്ട് കേട്ടോ നോക്കിയിരിക്കുന്നതൊക്കെ. അപ്പം അവർക്ക് വേണ്ടി എല്ലാം എല്ലാം അപ്പം ഇതാണ് എന്തുവാ ഞാൻ പറയാൻ വന്നത് തുണി അഴിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഈ തുണി അഴിച്ച് കാണിക്കുന്ന ആൾക്കാരും അപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഈ തുണി അഴിച്ച് മുറുമുറു വന്ന് പറഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ എന്നൊക്കെയാണ് ഭയങ്കര സംശയമാണത്. കാരണം അത് ഒരു ലൈഫിൻ്റെ പാർട്ടായി മാറിക്കഴിഞ്ഞു. അത് നമ്മുടെ ഇന്ത്യക്ക് മാത്രമാണ് കുറച്ച് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഇന്ത്യക്ക് പുറത്തോട്ടുള്ള ആൾക്കാരെല്ലാം തുണി അഴിച്ചുകൊണ്ടാണ് നല്ല ഷഡ്ഡിയും ബ്രേസറും ഇട്ടുകൊണ്ട് നടക്കുന്നത്. വലിയ കാര്യമല്ല, ആരും ശ്രദ്ധിക്കത്തുമില്ല. അപ്പം നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ വലുതായിട്ടൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് ഈ ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾ ഇങ്ങോട്ട് അതിൻ്റെതായ രീതിയിൽ അവർ പറഞ്ഞു കൊടുക്കും. അപ്പം ഇവിടെയുള്ള ആൾക്കാരും അതനുസരിച്ച് കാലത്തിനനുസരിച്ച് പോകണം. ഒന്ന് അങ്ങനെ ഇരുന്നാൽ എന്താ, ഇങ്ങനെ ഇരുന്നാൽ എന്താ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ബ്ലൂ ഫിലിം മുഴുവനും നിർത്തേണ്ടതായിട്ട് വരും. എന്താന്ന് മനസ്സിലായി. അതൊക്കെ ഇടരുത്, അതൊന്നും കാണരുത്, ഇതൊന്നും ഇന്നത്തെ കാലത്ത് 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം. അവരൊക്കെ ആ സൈറ്റിലൊക്കെ എപ്പോഴേ വിസിറ്റ് ചെയ്ത് കാണും. അപ്പം അങ്ങനെ ഒരു 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 ഒരുപാട് ബിസിനസ്സുകൾ ഇങ്ങനെ തകർന്നടി. ഇതെല്ലാം ബിസിനസ്സാണ്. ഇപ്പം ഞാനിവിടെ വന്നിങ്ങനെ ഇരുന്ന് കാര്യം പറയണമെങ്കിൽ അതും ഒരു ബിസിനസ്സാണ്. കാരണം ഞാനിങ്ങനെ കാര്യം പറഞ്ഞ് ഒരു ദിവസം എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് 2 രൂപ കിട്ടുമോ, 3 രൂപ അല്ല ഫേസ്ബുക്കിൽ നിന്ന് 3 രൂപ കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും ഞാനിവിടെ നിന്ന് കാര്യം പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ കൂടുതലായിട്ടൊരു ചിന്തയെന്ന് വെച്ചാൽ പണത്തിനേക്ക് കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫേമസ് ആവുക, 10 പേര് കാണുക. സത്യമായിട്ടും സീരിയസ് ആയിട്ട് പറയുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇന്റർവ്യൂസിനും മറ്റുള്ളതിനൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന്. ഞാൻ അതിനൊന്നും പോയിട്ടില്ല. അതേപോലെ കൊളാബിനും മറ്റേ അതൊക്കെ ഒരു 10K ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരുവാന്ന് എനിക്ക് പണമൊക്കെ തരാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ഐഡിയിൽ കൊളാബ് ചെയ്തിട്ടിട്ടേ. അപ്പം സ്പോൺസറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഫേമസ് ആവണം. എല്ലാവരും എന്നെ കാണണം, കമൻ്റ് അടിക്കണം, കമൻറ്റിന് റിപ്ലൈ കൊടുക്കണം, പുതിയ പുതിയ ആൾക്കാരെ കാണണം, പുതിയ പുതിയ കാര്യങ്ങൾ അറിയണം. ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കും അങ്ങനെ ചിന്തയൊക്കെ വളരെ ഈ തുണി അഴിച്ച് കാണിക്കുന്നവരൊക്കെ അങ്ങ് കാണിച്ച് അവരങ്ങനെ ജീവിക്കട്ടെ. അത് അവരുടെ ആ മേഖല. നമ്മുടെ ചില മേഖല കോമഡി, ചിലർ ഡാൻസ്, ചിലർ പാട്ട്. ഇപ്പം ഞാൻ വരുന്നത് കണ 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 എന്നിങ്ങനെ പറയുന്നില്ലേ, ഇതാണ് എൻ്റെ മേഖല. ഞാൻ തിരഞ്ഞെടുത്ത ടോപ്പിക്. അപ്പം അതനുസരിച്ച് അവരൊക്കെ അങ്ങ് പോട്ടെ. അപ്പം നമ്മൾ എന്ത് പറയുന്നത്, നമ്മളതെല്ലാം കണ്ടിട്ട് ഞാനും ഈ തുണി അഴിച്ച് കാണിക്കുന്നവരെല്ലാം ചരിഞ്ഞും ചിരിഞ്ഞും ഒക്കെ നോക്കും. പെണ്ണായ ഞാൻ തന്നെ ഇങ്ങനെ നോക്കണമെങ്കിൽ ആണുങ്ങളെങ്ങനെ നോക്കും? ഞാനെന്ത് വിചാരിക്കും, പണ്ട് ഈ ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റയിലുണ്ട്. ഒരു ഫ്രണ്ടിലെ സാധനം ഒരു സഞ്ചിയിൽ കെട്ടി തൂക്കിയിട്ടേക്കുന്ന മാതിരി 2 കൂട്ടരും പെണ്ണുമ്പിള്ള.
ഇങ്ങനെയാണ് നിക്കുന്നത്. എനിക്ക് നല്ല ഒരു വീടിന്റെ വലിയൊരു വീടിന്റെ വാതിലിലാണ് എപ്പോഴും സിറ്റ് ഔട്ടിൽ നിന്നാണ് ഇവരിടുന്നെ ഇപ്പിടി. ഫ്രണ്ടില് 2 സാധനം എനിക്ക് തോന്നുന്നു വെള്ളം നിറച്ച് ഏതോ ചാക്കിനകത്ത് കെട്ടി ഇട്ടിട്ട് അതിന്റെ മേലെ ഏതോ ഇട്ടോണ്ട് വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. കാരണം അത് അവരുടെ കുടുംബക്കാർക്ക് അറിയാം. അവരുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ചിലപ്പോൾ അറിയാം ഇവർക്ക് ഇങ്ങനത്തുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇവര് ചുമ്മാ ഒരു കോമഡി ഈ ചെക്കന്മാരൊക്കെ ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഫ്രണ്ടില് ബലൂണും അതും ഇതൊക്കെ വെച്ച് കെട്ടുന്നുണ്ടല്ലോ. അപ്പം ഭൂരിപക്ഷം ആൾക്കാരും ബലൂൺ വെച്ച് കെട്ടി വെക്കുന്നതും സിലിക്കോൺ കുത്തി തയ്ച്ച് വെക്കുന്നതൊക്കെയാണ് എല്ലാവരുടെയും പണി. നിങ്ങളത് കാണുമ്പോൾ ഇത് സിലിക്കോൺ ഇതിനകത്തൊരു സാധനം ഇരിക്കുണ്ടല്ലോ. ഇതൊരു ബലൂൺ ആണല്ലോ എന്നങ്ങ് വിചാരിച്ചങ്ങ് പോയാ തീർന്നു പോകുന്നേ ഉള്ളൂ. എന്തായാലും ഇന്ന് ഇത്രയും മതി. 10, 11 മിനിറ്റ് ആവുന്നു. ആരും കാണാൻ 5. താങ്ക് യു.